നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാത്രി ഞാൻ വരുമെന്ന് അമ്മയോട് പറഞ്ഞതാണല്ലോ. പിന്നെ ഇതെവിടെ പോയി? എൻ്റെ സംശയം ശരിയാണ്. അമ്മ എന്നിൽ നിന്ന് എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഹോസ്റ്റലിൽ ഒന്നിച്ച് ജീവിച്ചത്, അവിടെ ഒന്നിച്ച് നടന്ന ദിവസങ്ങളിലെ മിനിറ്റ് വെച്ചുള്ള കഥകൾ. ഞങ്ങളുടെ എല്ലാ കല്യാണ വാർഷിക ദിവസവും ഇവള് പറയുന്ന ആവശ്യം സുജാതയുടെ അടുത്ത് പോണോന്നാ. സാധിച്ചു കൊടുക്കാമെന്ന് ഞാനും പറയും, പക്ഷെ ഇന്ന് വരെ നടന്നിട്ടില്ല. അതെങ്ങനെയാ? തന്നെ അന്വേഷിച്ച് തപ്പിപ്പിടിക്കാൻ പറ്റിയാലല്ലേ? അല്ല, സൗഹൃദം എത്ര വലുതായിരുന്നെന്ന് അമ്മയുടെ മുഖം കണ്ടാ അറിയാം. പറഞ്ഞു വരുമ്പോ എന്റെ മോനെ പോലെ തന്നെ. അല്ല, നിങ്ങളെന്താ ഇപ്പൊ ഇവിടെ നിൽക്കുന്നേ? ഞങ്ങള് ചിറ്റാരത്ത് ഭദ്രകാളി ക്ഷേത്രത്തിലെ യാഗത്തിന് പോവാ. കൊറേ നേരമായിട്ട് ഇവിടെ തന്നെ നിക്ക്. വണ്ടിയൊന്നും വന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മൾ തമ്മിൽ കാണണമെന്ന് ആ ദേവി തന്നെ തീരുമാനിച്ചതാ. അല്ലെങ്കിൽ താൻ ഇവിടെ വഴി കാത്തു നിൽക്കോ? കൃത്യമായിട്ട് ഞാൻ ഇവിടെ എത്തോ? ഞാനും പോകുന്നത് ഇതേ യാഗത്തിന് തന്നെയാ. എന്നാ പിന്നെ ഇവരും നമ്മുടെ കൂടെ പോരട്ടെ, അല്ലേ ചന്ദ്രിക? അയ്യോ, അതൊന്നും വേണ്ട. ഞങ്ങളൊരു ടാക്സി വിളിച്ചെങ്കിൽ വന്നോളാം. അങ്ങനെ താനിപ്പോ പ്രത്യേകിച്ച് വണ്ടി പിടിച്ചൊന്നും വരണ്ട. വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതിപ്പോ ഞങ്ങള് മാത്രല്ല, തന്നെ കിട്ടിയിട്ട് അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ? മക്കളെ, നിങ്ങളൊക്കെ വന്നേ. നമുക്ക് വണ്ടിയിലിരുന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. വേണ്ട. ഒരു കുഴപ്പമില്ല, നീ വാ. നീ വാ വാ മോളാ. വരൂ. കേട്ടോ മോനെ, ഇനിയിപ്പോ ചന്ദ്രയ്ക്ക് നമ്മളെ ആരെയും വേണ്ട, യാഗവും വേണ്ട. വാ. രാത്രി ഞാൻ വരുമെന്ന് അമ്മയോട് പറഞ്ഞതാണല്ലോ. പിന്നെ ഇതെവിടെ പോയി? എൻ്റെ സംശയം ശരിയാണ്. അമ്മ എന്നിൽ നിന്ന് എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ജീവന എന്താടോ? താൻ പോയി ഫുൾ ടൈം ഇവിടെ ഉണ്ടല്ലോ. അത് സാർ, അവരൊരു പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഞാനിന്ന് രാത്രി തന്നെ എത്തിക്കാമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ ബെല്ലടിച്ച് നോക്കിയപ്പോ അവിടെ ആരുമില്ല. അമ്മാവാ, ഓ, ഈ ടീച്ചറൊക്കെ എവിടെ പോയെന്നറിയോ? എനിക്കെങ്ങനെ അറിയേ? സന്ധ്യക്ക് നോക്കിയപ്പോഴേ ആരെയും കണ്ടില്ലായിരുന്നു. നമ്മളിപ്പോ നേരെ ചിറ്റാരത്ത് ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാ പോകുന്നത്. അവിടെ തൊഴുതിട്ട് നാളെ രാവിലെ യാഗശാലയിലേക്ക് എത്താം. അതാ പരിപാടി. ആയിക്കോട്ടെ. താൻ വേണമെങ്കിൽ ആ പ്രോഡക്റ്റ് ഇവിടെ വെച്ചിട്ട് പോ, ഞാൻ കൊടുത്തോളാം. അല്ല സാർ, ഡെമോ കാണിക്കണ്ടേ? എന്നാ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മേ, അമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചുതരാം. ഹരിയാണല്ലോ. ഹലോ. ഹരിയ, നിങ്ങൾ എങ്ങോട്ട് പോയതാ? അല്ല, ഇവിടെ നോക്കിയപ്പോ കണ്ടില്ല. മോനെ, ഞങ്ങളെ ചിറ്റാരത്ത് അമ്പലത്തിലെ യാഗത്തിന് ഇറങ്ങിയതാ. ഇറങ്ങാൻ നേരത്ത് നോക്കിയപ്പോ നിങ്ങളാരെയും കണ്ടില്ല.
അതാ പറയാതിരുന്നത് മോനെ. ഓ ഞങ്ങളിപ്പോ യാത്രയില്ല മോനെ. ആ എന്നാ നടക്കട്ടെ. ശരി എന്നാ. ശരി. അവരൊരു യാഗത്തിന് പോയിരിക്കുക. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ടേ മടങ്ങും. ഈ യാഗം നടക്കുന്നത് എവിടെയാണ് സാർ? അപ്പൊ എന്തിനാ ഈ പ്രോഡക്റ്റും കൊണ്ട് താൻ അങ്ങോട്ട് പോകാൻ പോവാണോ? അയ്യോ അല്ല, കേട്ടപ്പോ ഒരു കൗതുകം തോന്നി. ആ അതുകൊണ്ട് ചോദിച്ചതാ. ഈ യാഗമൊക്കെ അങ്ങനെ എല്ലായിടത്തും നടക്കാറില്ലല്ലോ. ആ ഈ ചിറ്റാരത്ത് മനക്കൽ ഭദ്രകാളി ക്ഷേത്രം ഒന്ന് താൻ ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ആ ഡീറ്റെയിൽ ഒക്കെ അതിലുണ്ടാവും. ഓ ആ പിന്നെ ദൈവകാര്യവും ഡീറ്റെയിൽ ഒക്കെ ചോദിക്കാനുണ്ടെങ്കിലേ ദേ അമ്മാവനോട് ചോദിച്ചാൽ മതി. ഓ ഓ ശരി, ഞാനെന്നാ ഇറങ്ങാം. അല്ല മോൻ കേറി വന്നിരുന്ന ഒരു കാപ്പ് കുടിച്ചിട്ട് പോവാ. ആ അല്ല വേണ്ട സാർ, ശരിയെന്നാ. ഓ ആ സൂക്ഷിച്ചു പോണേ, രാത്രിയാണ്. ഉം? പത്രത്തിലെ നോട്ടീസ് ഞാൻ എടുത്ത് കൊടുക്കുമ്പോഴാ സുജാത ഈ യാഗത്തെ പറ്റി അറിയണത്. എന്നിട്ട് അവര് യാഗത്തിന് പോയി. ഞാനിവിടെ കിടന്ന് പറയാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി. എന്നെ കൊണ്ടുപോവാൻ ആരെങ്കിലും വേണ്ടേ? ഇനിയിപ്പോ ഞാനെന്താ താങ്ങി പിടിച്ചോണ്ട് പോണോ? ഞാനിപ്പോ ഏറെക്കുറെ അങ്ങനെയൊക്കെ ആയിപ്പോയി. ആ ഇനിയിപ്പോ ഈ യാഗം നടക്കുമ്പോ 5 കൊല്ലം കഴിയും. അന്ന് ജീവിച്ചിരിപ്പുണ്ടോ അഥവാ ഉണ്ടെങ്കിൽ തന്നെ നടുവ് തളർന്ന് കിടക്കുകയാണോ കൈകാൽ അനങ്ങുന്നുണ്ടോ എന്നൊക്കെ ആർക്കറിയാം. ഇപ്പൊ എന്താ പ്രശ്നം? ഉം? 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 പോണോ? ഓ പക്ഷെ നീ കൊണ്ടുപോകൂലല്ലോ. എന്നാ റെഡി ആയിക്കോ, പോവാം. കാര്യായിട്ടാണോ? അതിനു വേണ്ടിയല്ലേ കാണിച്ചു നോക്കെ. അതൊന്നുമല്ല. പോവാം. ഇനിയിപ്പോ അതൊരു ഭാരമായിട്ട് മനസ്സിൽ കിടക്കണ്ട. ഓ ഡാ മോനെ, നിനക്ക് പുണ്യം കിട്ടുവാടാ. ആ ഇനിയിപ്പോ അതും കിട്ടിയ അമ്മാവനെ എന്നെ അങ്ങ് തരാം. ആഹാ. അല്ല ഇനിയിപ്പോ 5 വർഷം കഴിയുമ്പോ ഞാൻ കടന്നു പോയാലോ. എടാ ഞാൻ പിന്നെ റെഡി തന്നെയാണ് കേട്ടാ. ആ നാളെ പോവാം. നാളെ? ഇന്ന് പോയാലേ നാളെ എത്തൂ. ഞാൻ അന്വേഷിക്കുന്ന ആള് അമ്മയുടെ കൂടെയുണ്ട്. അയാളെ കണ്ടെത്തണമെങ്കിൽ ഞാൻ പോയേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.